പ്ലീസ്, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ പ്രഗ്നന്റ്. ആണോ? അതുകൊണ്ടാണ്. അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് വേറെ അതുകൊണ്ട് ഇപ്പൊ എന്താ വേണം? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായാ? നിന്നെ പോലത്തെ ഒരു പെണ്ണല്ലായിരുന്നു അവള്. എന്റെ കാലും കയ്യൊന്നും നീ പിടിക്കുകയൊന്നും വേണ്ട. നീ എന്റെ കാലും നിന്നെ പോലത്തെ ഒരു പെങ്കൊച്ചല്ലായിരുന്നു അത്. നിനക്ക് ഇത്രയും ദിവസം ബോധോദയ ഉണ്ടായില്ലേ? നീ എന്നെ പറ്റി എന്താണ് ഈ കരുതിയത്? എന്റെ മോള് നിന്റെ കൂടെ വന്നപ്പോ ഞാൻ അഴിച്ചു വിട്ടിരിക്കണം നീ വിചാരിച്ചായിരുന്നാ? നിന്നെ പോലെ അഴിച്ചു വിട്ടിരിക്കണമെന്ന് വിചാരിച്ചായിരുന്നാ? നിന്റെ വീട്ടിലെ എന്റെ ആങ്ങളമാര് പോവാഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? നിന്നെ പിന്നെ നാടനില്ലാതെ ഏരിയ മൊത്തം അടിച്ചു വിട്ടിരിക്കണം നാട്ടുകാർ മൊത്തവും പറഞ്ഞ്. അതുകൊണ്ടാ നീ നാളെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അവരോട് സിയോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് സംസാരിക്കാനായിട്ട് നിൽക്കണ്ട. നീ ഇനി എന്റെ മോളെ ഫോണിൽ വിളിക്കരുത്. നീ ഇനി വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം അതായിരിക്കും. പറഞ്ഞ മനസ്സിലായ? നീ ഇനി വിളിക്കരുത്. സീരിയസ് ആയിട്ട് പറ്റിയാണ്. കാരണം എന്റെ കുറച്ച് ഓഡിയോ ഇൻസ്റ്റയിൽ ഫുള്ള് ലീക്ക് ആയിട്ടുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. കാരണം ഇത് സ്റ്റേഷനിലും പിന്നെ കുറച്ച് കേസുപരമായിട്ട് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം ഇതിനെപ്പറ്റി സംസാരിക്കാനിരുന്നത്. പക്ഷേ ഇതിപ്പം കുറെ അധികം ലീക്കായിട്ട് ആൾക്കാർ എനിക്ക് ചോദിക്കാൻ തുടങ്ങി, ലൈക്ക് എന്താ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്, നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണോ? അപ്പം എനിക്ക് എന്റെ സൈഡ് ക്ലിയർ ആക്കണമെന്ന് തോന്നി. മാത്രമല്ല എനിക്ക് ഈ കേസ് സംസാരിക്കാൻ തീരെ താല്പര്യമാണ്. കാരണം അമ്മാതിരി സത്യം പറയുന്നത് തീട്ട കേസാണ്. പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഇത് എന്നെ പിന്നെ എന്റെ കൂടെയുള്ള എല്ലാവരും ബാധിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്. ഇത് ഹണിയാണ്. ഹണി എൻ്റെ കൂടെ മൂവിലുണ്ടായിരുന്നില്ല. പിന്നെ ഈ കേസ് കൊടുത്ത ആളുടെ ഫ്രണ്ടായിരുന്നു. അപ്പം അവർക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് പറയാം എന്താ സംഭവിച്ചതെന്ന്. ഞാനൊരു റൂം എടുത്ത് താമസിച്ചായിരുന്നു. ജഡ്ജി മുക്ക് തൃക്കാക്കലാണ് റൂം എടുത്തത്. അപ്പം അവിടെ റൂമിന്റെ റെന്റ് 15,000 ആയിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് ഒറ്റയ്ക്കാണ് റൂം എടുത്തത്. ഒറ്റയ്ക്ക് റൂം എടുത്ത് 1 month ആയപ്പോഴത്തേക്കും ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റയിൽ, ഇതുപോലെ റൂംമേറ്റ്സിനെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡാണ്. ഇവിടെ ഫോട്ടോ എടുക്കാം. അവള് മെസ്സേജ് അയച്ചായിരുന്നു. അവളിങ്ങനെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, അവൾക്ക് മാറാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ നീ വന്നോ, പ്രശ്നം എന്താന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഓൾറെഡി അവളെ ജസ്റ്റ് അറിയാം, എനിക്ക് മ്യൂച്വലി പരിചയമുണ്ട്, അല്ലാണ്ട് അത്ര ക്ലോസ് ഒന്നുമല്ല. അപ്പം ഞാൻ റൂം എടുത്ത് ഇങ്ങനെ അവൾ വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 2 weeks ഒക്കെ ആയപ്പോഴത്തേക്കും അവൾ റൂമിലോട്ട് ഷിഫ്റ്റ് ആയി. അപ്പം അവളുടെ കൂടെയാണ് ഹണി വന്നത്. ഇത് രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. അത് കഴിഞ്ഞ് ഡെപ്പോസിറ്റ് ഉണ്ട്. അവളുടെ ഡെപ്പോസിറ്റ് ഞാനൊരു 30K കൊടുത്തായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് കയറിയപ്പോൾ പറഞ്ഞ ഇതുപോലെ ഡെപ്പോസിറ്റ് തരാമെന്ന് പറഞ്ഞായിരുന്നു. 1 monthനുള്ളിൽ 1 month എന്താകുമ്പോഴത്തേക്കും ഡെപ്പോസിറ്റ് തരാമെന്ന് അവൾ പറഞ്ഞായിരുന്നു. പക്ഷെ ആ ഡെപ്പോസിറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അത് ഞാൻ ലാസ്റ്റ് പറയാം. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ബോയ്സ് അലൗഡ് അല്ലായിരുന്നു. പിന്നെ അവിടെ വേറൊരു രീതിയിലും മോശം പരിപാടി അങ്ങനത്തെ ഇതൊന്നും പാടില്ല. കാരണം ഒന്നാമത് മുസ്ലിം ഫാമിലിയാണ് ഓണർ. അപ്പോൾ അവിടെ വേറൊരു രീതിയിൽ ഒരു കാര്യം നടക്കത്തില്ല എന്നൊക്കെ ഞാൻ അസ്മിനോട് പറഞ്ഞിട്ടാണ് താമസിക്കുന്നത്. ഇവളോടും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും ഒക്കെ പറഞ്ഞിട്ടാണ് വീട്ടിൽ കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ താമസം തുടങ്ങി. ഫസ്റ്റ് വന്ന് ഇതുപോലെ റെന്റിന്റെ ഡേറ്റ് ആയപ്പോഴത്തേക്കും അവള് റെന്റ് കുറച്ച് ഡിലേ പറഞ്ഞു. ഡിലേ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 2 days ആദ്യം ഡിലേ പറഞ്ഞു. 2 days ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും പിന്നെ ചോദിക്കുമ്പോഴത്തേക്കും റെന്റ് ഇങ്ങനെ ഡിലേ ഇട്ടുകൊണ്ടേ ഇരിക്കുക. അതിന്റെ ചാറ്റും കാര്യങ്ങളും ഞാൻ ഇവിടെ ഇട്ട് കാണിച്ചു തരാം. ബുക്കൊക്കെ എടുത്തോ കഴിഞ്ഞിട്ട് 1 month ഏകദേശം എൻ്റെ ആവാറായപ്പോഴത്തേക്കാണ് എനിക്ക് റെന്റ് തന്നത്. പിന്നെ ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് പച്ചക്കറിക്കും മറ്റു സാധനങ്ങൾക്കും ഒക്കെ ഞാൻ പൈസ അടി ഉണ്ടാക്കി വാങ്ങിയത്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നിങ്ങൾ റൂം എടുത്ത് നിൽക്കുന്ന ടൈമിൽ നിങ്ങളൊരു 4 പേര്, ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ 4 പേര് നിൽക്കുന്ന ടൈമിൽ നമ്മൾ വീട്ടിലോട്ട്, അതായത് റൂമിലോട്ട് സാധനം വാങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഷെയർ ഇട്ടാണ് വാങ്ങാം. അപ്പം ഞാൻ സാധനം വാങ്ങുമ്പം ഇവളും പിന്നെ എൻ്റെ റൂമിലുണ്ടായിരുന്ന ആരൊക്കെയാണോ അവരൊക്കെ ഷെയർ ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഇവള് മാത്രം സാധനങ്ങൾക്ക് ഷെയർ ഇട്ട് തന്നിട്ടില്ല. പക്ഷെ അത് ചോദിക്കാൻ നിന്നിട്ടില്ല. കാരണം ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. ലൈക്ക് ഇവളുടെ അമ്മ ഒരു ബാറിന് സെക്ഷൽ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഇത് ഇവള് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് പബ്ലിക്കലി ഇത് പറയുന്നത്. ഇവളുടെ അമ്മ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. അമ്മയുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. മാത്രമല്ല ഇവളുടെ സ്വന്തം അമ്മ ഇവളെ ഡൽഹിയിൽ നിന്ന് കൊണ്ട് വിറ്റിട്ട് ഇവളെ ഓടി രക്ഷപ്പെട്ട് ഇവിടെ വന്നതെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. പിന്നെ രണ്ടാഴ്ച ഇവളുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി അതിൻ്റെ മേത്ത് പാടി ഇതൊക്കെ കാണിച്ചായിരുന്നു. അങ്ങനെ ഒരു സ്റ്റോറി ഇറക്കിയിട്ടാണ് എനിക്ക് പാവം തോന്നിയിട്ടാണ് ഞാൻ കൂടെ താമസിപ്പിച്ചത്. അല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. അവളുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പൈസയ്ക്ക് അധികം ഫോഴ്സ് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഇതുപോലെ താമസിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മ്യൂസിക്കുള്ള കുറേ ഫ്രണ്ട്സ് പറഞ്ഞു ഇതുപോലെ വല്യയാവും, നിങ്ങൾക്ക് പ്രശ്നം വരും, നിങ്ങൾക്ക് അവളുടെ സ്വഭാവം അറിയത്തില്ല എന്ന് ഞങ്ങൾക്ക് 2 പേരുടെ അടുത്തും പറഞ്ഞു. പക്ഷെ ഞങ്ങൾ 2 പേരും കേട്ടില്ല. അതിനുള്ള പണിയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ഓടി വെച്ചത്, അതായത് ഞാൻ ഈ മറ്റേ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞതിൻ്റെ ഓടി ഞാൻ വെച്ചു തരാം.
എണ്ണി നോക്കി തന്നെ വാങ്ങണം. അപ്പൊ ഇതുപോലെ എപ്പോഴും ഫോൺ വിളിച്ചിട്ട് അവരിങ്ങനെ ഓരോ സാധനം പറയുമായിരുന്നു. അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് വീട്ടിലോട്ട് അവർക്ക് ഫുഡും 3 നേരം, ഞാൻ ഇല്ലാത്ത ടൈമിലാണ് ഞാൻ ഫുഡ് കൊടുത്തത്. ഞാൻ കണക്ക് പറയല്ലോ, പക്ഷെ ഇത്രയും ചെയ്തിട്ടും നമ്മളെ പറ്റി ഒരു കാര്യം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് ഒരു സംഭവം വേണം, ഒരു സത്യം വേണം. അതില്ലാണ്ട് വെറുതെ ഒരിക്കലും പറയരുത്. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞങ്ങൾ എല്ലാവരും പെൺപിള്ളേര് ലൈക്ക് നിങ്ങളിപ്പോൾ റിലേഷൻ ആയിക്കോട്ടെ, ഒരു റിലേഷൻ ആയിട്ട് നിങ്ങളൊരാളായിട്ട് സെറ്റായിട്ട് നിങ്ങൾ ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക് അവനെ വിളിപ്പിച്ചു ഇങ്ങനെ വല്ല കേസ് കൊടുക്കുന്നത് ഭയങ്കര മോശമാണ്. അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇത്. അതായത് എൻ്റെ ബോയ് ഫ്രണ്ട്, ഓക്കെ, ഞാൻ റെന്റ് തരാത്ത ടൈമിൽ ഈ സംഭവം നടക്കുന്ന ടൈമിൽ ഇവിടെ ഉണ്ട്, ഓക്കെ. അപ്പോൾ റെന്റ് തരാത്ത ടൈമിൽ ഞാൻ രാത്രി വീട്ടിൽ ചെന്നു, അവളുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഞാൻ റൂം ഒഴിയുവാണ്, വീട് ഒഴിയുവാണ്, അപ്പോൾ നിങ്ങൾ റെന്റ് തരണമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു റെന്റ് തരാൻ സൗകര്യമില്ലാന്ന്. റെന്റ് തരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവള് ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അവൾക്ക് വേണമെങ്കിൽ ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ ചലഞ്ച് ചെയ്യാണ്. അവൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അവളുടെ ബോഡിയിൽ ഡ്രഗ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ അവൾ പറയുന്ന സംഭവം ഞാൻ ചെയ്യാം. കാരണം അവൾ യൂസ് ചെയ്യുന്ന കാര്യം എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് അവളെ ചലഞ്ച് ചെയ്യുക. അവൾക്ക് ഇങ്ങനെ ഒരു സംഭവം അവൾ ചെയ്യുന്നില്ലെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിക്കാം. അവൾ പറയുന്ന എല്ലാ കാര്യം ഞാൻ സമ്മതിക്കാറില്ലാണ്. അവൾ അതിൻ്റെ സംഭവം ഉണ്ടെന്ന് അറിയുന്നതുകൊണ്ടാണ് അവളോട് റൂമിൽ അങ്ങനത്തെ സംഭവം ചെയ്യാൻ പറ്റത്തില്ല, റൂമിൽ ഒഴിയണമെന്ന് പറയാനൊരു മെയിൻ റീസൺ. കാരണം ഇവിടെ പോലീസ് ഫുള്ള് റേറ്റ് വരുന്ന കാര്യങ്ങൾ ഇതെല്ലാം അവർക്കറിയാം. അപ്പം എന്തെങ്കിലും സീൻ വന്നാൽ എൻ്റെ പേരിലേക്ക് വരും, ഞങ്ങൾക്ക് എല്ലാവർക്കും സീൻ വരും. അതുകൊണ്ടാണ് അവളോട് മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആ സംഭവം നടക്കത്തില്ല, നീ പുറത്തുനിന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തു, പക്ഷെ റൂമിൻ്റെ ഉള്ളിൽ എനിക്ക് ബാധിക്കുന്നതിന് ഞങ്ങൾക്ക് ആർക്കും ബാധിക്കുന്നതിന് പറ്റത്തില്ല ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ സംഭവം നടക്കുന്ന ദിവസം ഇതുപോലെ റൂമിലോട്ട് ഞാൻ പോയി റെന്റ് ചോദിച്ചു, റെന്റ് തരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ അവളുടെ റെന്റ് കഴിഞ്ഞ മാസത്തെ, അത് കഴിഞ്ഞിട്ടുള്ള മാസം, അതായത് ഡിസംബർ മാസത്തെ റെന്റും ഹണിയാണ് തന്നത്. ഹണിയുടെ വീട്ടിൽ നിന്ന് ഹണി ചോദിച്ചിട്ടാണ് അവളുടെ റെന്റും കൂടെ ചേർത്ത് തന്നത്. അവളിപ്പോൾ പറയുന്നുണ്ട് അവളുടെ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു, അത് എന്തിനു വിറ്റെന്ന് പറഞ്ഞാൽ റെന്റ് തരാനായിട്ട് വിറ്റാണ്. അവളുടെ അടുത്ത് ഇതുവരെ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല. അവൾ ആ ഫോൺ വിറ്റിട്ട് എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഹണിയാണ് റെന്റ് തന്നത്, ഹണിയുടെ ചേട്ടനാണ് കറണ്ട് ബില്ല് സഹിതം അവളുടെ കൂടെ ചേർത്തിട്ട് ഇവിടെ തന്നത്. പിന്നെ അവൾ എന്തിനാ ഫോൺ വിറ്റത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുപോലെ തന്നെ ഇത് ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാം, ഞാൻ അവൾക്ക് അയച്ചു കൊടുത്ത പൈസയുടെ സ്ക്രീൻഷോട്ട്സ് ആഡ് ചെയ്യാം. പിന്നെ ഇവള് ഷിബീനെ തല്ലി, അതായത് ലല്ലുവിനെ തല്ലി എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഞാനും അവളും തമ്മിലുള്ള പ്രശ്നത്തിന് ലല്ലു ഡോറിന്റെ അവിടെ നിൽക്കുമായിരുന്നു. ഇതാണ് സംഭവിച്ചത്. ലല്ലുവിനെ അവള് നേരെ പോയി തല്ലി. അതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടാം. അവള് തല്ലിന് അവള് സമ്മതിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാനിപ്പം അടുത്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, അവള് തല്ലി കഴിഞ്ഞിട്ട് ഇവള് എന്റെ മുടി പിടിച്ച് വലിച്ചിട്ട് എന്നെ പിടിച്ച് ഒഴിക്കും. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് അവൾ നില വിളിച്ചിട്ട് അവിടെ ആൾക്കാരെ കൂട്ടിയ സമയത്ത് ഇവളിപ്പം പറയുന്നത്, അതായത് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുന്ന ഇതെന്താന്ന് വെച്ചാൽ ഇവളെ സെക്ഷലി ലല്ലു റേപ്പ് ചെയ്യാൻ നോക്കി, പിന്നെ അതുപോലെ എന്താ വെപ്പൺ വെച്ച് ആക്രമിച്ചു, അങ്ങനെ കുറച്ച് സെക്ഷൻസ് അധികം ഇട്ടിട്ടുണ്ട്. അതായത് കുറച്ച് കേസിന്റെ ഇതായിരുന്നു നോൺ വെയിലബിൾ ഒഫൻസസ് ഇട്ടേക്കുന്നതല്ല. നോൺ വെയിലബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ജാമ്യം കിട്ടാത്ത വകുപ്പിലുള്ള കേസായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം എൻ്റെ ആ ഓഡിയോയിൽ ഞാൻ അങ്ങനെ അവളോട് സംസാരിക്കാൻ കാരണം എൻ്റെ ബോയ് ഫ്രണ്ടാണ് അവൾ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പം എനിക്ക് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞാണ് നിങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കാൻ നോക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു, സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ നോക്കുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ സ്വന്തം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരും സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിട്ടായിട്ട് സംസാരിക്കാം. അത് എൻ്റെ ഭാഗത്തോ അവൻ്റെ ഭാഗത്തോ തെറ്റുണ്ടായിട്ടല്ല. എനിക്ക് എങ്ങനെയൊക്കെ അവനെ ഇറക്കണം, സ്റ്റേഷനിൽ ഇറക്കണം, എനിക്ക് അവന് ജാമ്യം കിട്ടണം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ കാര്യം വിളിച്ചത്. പക്ഷെ അത് വേറെ രീതിയിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും അവനെ ജാമ്യത്തിൽ ഇറക്കണം. അതിനുവേണ്ടി ഞാൻ സംസാരിച്ചു. അപ്പോൾ കേസ് പിൻവലിക്കില്ലെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, കേസ് പിൻവലിച്ചില്ല. ഞാൻ എൻ്റെ രീതിയിൽ, അതായത് എനിക്കറിയാതെ സത്യം എന്താണ്, അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ വക്കീലിനെ വെച്ച് ഞങ്ങൾ കേസ് വിജയിച്ചു. അതായത് അവന് ജാമ്യം അന്ന് തന്നെ കിട്ടി, അവന് ജയിലിൽ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. കോർട്ടിൽ കേസ് പ്രൂവ് ചെയ്ത് ഇത് കള്ള കേസാണെന്ന് മനസ്സിലാകാനാണ്. ഒന്ന് ആലോചിച്ച് വെക്കണം. ഈ ഇങ്ങനെ നിങ്ങളിപ്പോൾ ഒരാളെ റേപ്പ് ചെയ്തെന്ന് പ്രൂവ് ചെയ്താൽ ആൾക്ക് ജാമ്യം കിട്ടത്തില്ല. അത് കോമൺ സെൻസ് ഉള്ള ഏത് മനുഷ്യനും മനസ്സിലാക്കാം. ഒരാളെ റേപ്പ് ചെയ്യാൻ നോക്കിയാൽ ജാമ്യം ഒറ്റ ദിവസം കൊണ്ട് കിട്ടത്തില്ല. കോർട്ടിന് മനസ്സിലായിട്ട് സത്യം മനസ്സിലായിട്ട് മാത്രമാണ് ഞങ്ങൾക്കത് കോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. പിന്നെ നിങ്ങൾക്കെന്താ പറയാനുള്ളത് ഇതിനെ പറ്റി? ഇപ്പൊ വരുന്ന ഇതെന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ സത്യം പറഞ്ഞുകൊണ്ട് ഇവളുടെ നേരെയും ഭീഷണിയുണ്ട്. പിന്നെ അതുപോലെ തനുവിനും ഭീഷണിയുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്ന ഓഡിയോ കേട്ടിച്ച് ഇന്ന് ഞാനൊരു ലൈവ് ഇട്ടായിരുന്നു. അപ്പം ലൈവിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ച വീഡിയോ ഇടുന്നത്. അപ്പോൾ ആ വീഡിയോ ഇടുവാന്ന് അറിഞ്ഞുകൊണ്ട് അവൾ അയച്ചിരിക്കുന്ന ഓഡിയോ ആണിത്. നിങ്ങൾ കേട്ടോ. മാമന്മാരിന്ന് ചേട്ടന്മാരിന്ന് പൈസ മേടിക്കുന്നെങ്കിൽ
ഇപ്പൊ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇവളെ കൂടെ. അതിന്റെ ഒന്നും ആവശ്യമേ ഇല്ല. എന്താണ് ഇങ്ങനെ ഇവളെ ഹണി ട്രാപ്പ് ചെയ്യണം. എനിക്കറിയത്തില്ല ഇവളുടെ പേര് ഹണിന്നല്ല, ഹണി ട്രാപ്പ്. സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യായിരുന്നു. കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇവള്. അപ്പം ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒരാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് അവൾ ഓടിയിരിക്കുന്നത്. അതും ഇവളെ പറ്റി ഭയങ്കര മോശമായിട്ട് ഓരോരുത്തരോട് കോമൺ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എല്ലാ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ട്. എന്തിനാണെന്ന് അറിയത്തില്ല. അതിനൊരു പ്രൂഫോ കാര്യങ്ങളോ ഇവളെന്തെങ്കിലും ചെയ്യുന്നതിന് ഒരു പ്രൂഫും ഇല്ല. ഇവളെ പറ്റി എങ്കിലും എനിക്ക് പറയുന്നറിയില്ല. പിന്നെ ഇപ്പം അവിടെ ഉണ്ടായിരുന്ന ആ ടൈമിൽ ഉണ്ടായിരുന്ന ആരൊക്കെ സത്യം പറഞ്ഞ് സാക്ഷി പറഞ്ഞിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും നേരെ അവള് ഇങ്ങനെയാണ് പെരുമാറുന്നത്. എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ വീഡിയോ ഉണ്ടോന്നും തീരെ വിചാരിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇതാണ് അവസ്ഥ. കാരണം ഇവള് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ ഇതുപോലെ ട്രിവാൻഡ്രം, അതായത് അവളും അവളുടെ അമ്മയും ചേർന്നിട്ടാണ് ആ ഓഡിയോയിൽ അമ്മയുടെ വോയിസ് ഉണ്ട്. അപ്പം അമ്മ പറയുന്ന കാര്യം എന്താ വെച്ചാൽ മോളെ ഇതാക്കത്തില്ല, മോളുടെ കൂടെ എല്ലാവരും നിൽക്കുന്നുള്ളൂ. ഇതേ അമ്മയ്ക്കെതിരെ ഇവള് ട്രിവാൻഡ്രത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. ഞാനതിപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് വീഡിയോ കോളല്ല വോയിസ് കോൾ ചെയ്ത് കേൾപ്പിച്ചത്. ആ നമ്പറിൽ വിളിച്ചത് അവളുടെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു ഫ്രണ്ടാണ്. അവൾ ഇതുപോലെ ഡൽഹിയിൽ അവളുടെ അമ്മ അവളെ വിറ്റിട്ട് അവള് ഡൽഹിയിൽ നിന്ന് ഓടി വന്ന് ഈ ഫ്രണ്ടിന്റെ അടുത്താണ് നിന്നത്. അപ്പൊ ഇവർക്കും ഇതേ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഇവളുടെ അടുത്ത് ഇതേപോലെ പണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിൽ ഞാൻ വിളിച്ച് ചോദിച്ചുതരാം. കട്ട് ചെയ്യാതെ വെയിറ്റ് ചെയ്യുക. വേറെന്താ ഇത് പറയാനുള്ളത്? തന്നെ പറയാനുള്ളത് ഒരിക്കലുമില്ല. അവളെ കട്ട് ചെയ്തെടുക്കാല്ലേ പറയാതെ. പലർക്കും കുറെ പറയാനുണ്ടായിരുന്നല്ലോ. കിട്ടുന്നില്ല. അടുത്ത ഹണി ക്ലാസ്സൊക്കെ പറഞ്ഞ് അടുത്ത വീഡിയോ അപ്പം ഇതുപോലെ ലൈക്ക് ഭീഷണിയുടെ കാര്യം എനിക്ക് മെയിനായിട്ട് പറയുന്നത്. ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഇപ്പം ഞാനും അവളും നമ്മളവിടെ സീൻ ഇപ്പോൾ ഇവളെയാണ് ഇപ്പോൾ സ്റ്റേഷനിൽ കൂടുതലും വിളിക്കുന്നത്. ലൈക്ക് ഇങ്ങനെ മൊഴി എടുക്കാൻ വന്ന അതിന് ഇവർക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഇവിടെ അവിടെ ഉണ്ടായിരുന്നു, ഇവള് കാര്യം വന്ന് പറഞ്ഞു അവിടെ കഴിഞ്ഞു. പക്ഷെ ഇവളെയാണ് ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവളെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ അവളുടെ കൂടെ നിൽക്കണം, ഒന്നുകൂടെ സാക്ഷിയില്ല. സംഭവം അവർക്കൊരു സാക്ഷി വേണം. പക്ഷെ അതിന് കാര്യമില്ല. കാരണം സത്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജാമ്യം കിട്ടുന്നത്. അതുകൊണ്ട് അവൾ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ അവളിപ്പോൾ ഭീഷണിപ്പെടുത്തിയതുപോലെ ഇവിടെ ഹണി ട്രാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ തനുവിനെതിരെ ഭീഷണി ആരൊക്കെ കൂടെ വയ്ക്കുന്നു. പിന്നെ എൻ്റെ ലൈഫ് കൊളവാക്കും എന്ന് പറഞ്ഞു അതിൻ്റെ ചാറ്റിലായി വിടാം. എൻ്റെ ലൈഫ് കൊളവാക്കുന്നത് ഡെയിലി എനിക്ക് ഭീഷണി വരുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ഇടുകയാണെങ്കിൽ പോലും അവൾ എൻ്റെ ലൈഫ് കൊളവാക്കുന്നതാണ് പറഞ്ഞത്. പക്ഷെ എനിക്കതിൽ ഒരു പേടിയില്ല. കാരണം എന്തായാലും ഇത്ര ആൾക്കാർ അറിഞ്ഞു. അപ്പോൾ ഇല്ലെങ്കിൽ സത്യം അറിയണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ റെന്റ് എത്ര നാൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അവളുടെ കാല് പിടിച്ച് റെന്റ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ സ്ഥലത്ത് വയ്ക്കുമ്പോൾ ഒരാൾ റെന്റ് തരാണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഈ വീഡിയോ ഇവള് എൻ്റെ വോയിസ് ഇവളുടെ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെടുത്ത് ആഘോഷിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ആ ആൾക്കാർ അതിൽ കുറേ പേര് എനിക്ക് അറിയാവുന്ന കോമൺ ഫ്രണ്ട്സ് തന്നെ. പക്ഷെ എൻ്റെ പഴയ റൂംമേറ്റ് പേര് ഞാൻ പറഞ്ഞില്ല. അപ്പം എൻ്റെ പഴയ റൂംമേറ്റൊക്കെ എടുത്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം ഒരാൾ നല്ലതാണെങ്കിൽ ഓക്കെ സ്റ്റോറി കാര്യം പറഞ്ഞിട്ടാണ് സ്റ്റോറി ഇടുക. അല്ലെങ്കിൽ ആ ആളത്ര നല്ലതാണെങ്കിൽ സ്റ്റോറി ഇടുക. എനിക്ക് സ്പായില് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അങ്ങനത്തെ ഇങ്ങനെ പോകുന്ന ആൾക്കാരും ഒക്കെ ഞാൻ അത് കൈയോടെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ പഴയ റൂമേറ്റിന് സ്പായിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞ് ഇവിടെ വന്ന് താമസിച്ചത്. അപ്പോൾ ഇവിടെ അടുത്ത വഴി ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയിട്ട് താമസിക്കുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. അപ്പം കേസും കഴിഞ്ഞു. ഞങ്ങൾക്ക് അതിനൊരു പ്രശ്നമില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരാളെ പറ്റി പറയുമ്പോൾ കാര്യം എന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ